കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon Co-Present ഒന്നൊന്ന് രുചി, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്ററാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഈസ്റ്റർ നേരുന്നു. ഇന്നത്തെ അതിഥിക്ക് പ്രത്യേക ഒരു മുഖവരുടെ ആവശ്യമില്ല. കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം, നമ്മുടെ പ്രിയങ്കരനായ ജീവയാണ്. ജീവ, സ്വാഗതം. നമസ്കാരം. 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 ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്ററായിട്ട് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇനി കഴിക്കണം. എന്താണ് വേണ്ടത്? ഷെഫിന് സ്പെഷ്യലായിട്ട് കഴിക്കണം. അതെ, ആദ്യം തന്നെ എനിക്ക് ഷെഫിനോടും ഇത് കാണുന്ന ഒന്നര രുചിയുടെ പ്രേക്ഷകരോടും ക്ഷമ എനിക്ക് ചോദിക്കാനുണ്ട്. ഈസ്റ്ററായിട്ട് എനിക്കറിയാം ഷെഫ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു നിന്നല്ലേ. അതെ, ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ട്. കാര്യം ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതൊന്നും ഒരു പ്രശ്നമില്ല. ജീവിതത്തിൽ അടുക്കളയിൽ കുക്കിങ്ങിന് അല്ലാതെ വേറെ എല്ലാ കാര്യത്തിലും കയറുന്ന ആളാണ് ഞാൻ. കുക്കിങ്ങിന് അല്ലാതെ ബാക്കിയുള്ള കാര്യത്തിന് അരിഞ്ഞു കൊടുക്കാൻ, പ്ലേറ്റ് കഴുകാൻ, കുക്ക് ചെയ്ത സാധനങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ, അതെല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ ഞാൻ മിടുക്കനാണ്. അതെ, എന്താണെന്ന് എനിക്കറിയത്തില്ല. കുക്കിങ്ങിനോട് എനിക്കൊരു വളരെ പാഷനോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കുക്കിംഗ്. ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ കാര്യത്തിൽ അതിൻ്റെ അധികാരിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എനിക്കത് ആ ഒരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ വെറുതെ ചുമ്മാ ഉടായ്പ പറയുന്നത്. ഒരു 4-5 തവണ കുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സംഭവവും കൈപ്പുണ്യം തന്നെ വരും. അങ്ങനെയാണെങ്കിൽ കട്ടൻ ചായയും ഓംലേറ്റും അല്ലാതെ അമ്മ അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ അവര് പറഞ്ഞിട്ട് ഇളക്കി കൊടുക്കുന്നതല്ലാതെ ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പോകുന്നത് ഷെഫിന്റെ മുമ്പിലാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഒരു ഗംഭീരമായിട്ട് ഇനി ഇത് ഈ ഒരു വേദിയിൽ നിന്ന് കുക്ക് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ എല്ലാ സംഭവം മാറി വീട്ടില് അവരെയൊക്കെ എത്തിക്കും. കാര്യം ഞാൻ ഷെഫിന്റെ അടുത്താണ് വരുന്നത്, പിന്നെ ഈ ഷോയിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം അവിടെ പോയി എന്ത് കുക്ക് ചെയ്യാനാ, നിന്നെ അവരെന്തിനാ വിളിച്ചത് കുക്കിങ്ങിന്? നീ വേറെ ആരെങ്കിലും കുക്ക് ചെയ്തിട്ട് നീ അവിടെ സൈഡിൽ നിന്നാൽ പോരെ, അല്ലെങ്കിൽ നീ ടേസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ള കളിയാക്കലുകൾ കേട്ടിട്ടാണ് ഞാൻ ഷെഫ് വന്നിരിക്കുന്നത്. എനിക്ക് തിരുത്തണം, ഉറപ്പായിട്ട്. അപ്പൊ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നു പറയൂ, അതോടെ പറയൂ. ഇന്ന് ഈസ്റ്റർ ഒക്കെ ആണല്ലോ. അതെ. അപ്പൊ ഈസ്റ്റർ ആയിട്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് നല്ല അപ്പവും ബീഫ് കറിയൊക്കെ കഴിക്കണം എന്നുള്ളത്. എപ്പോഴും നമ്മൾ അപ്പവും ബീഫ് കറിയൊക്കെ അല്ലേ, നമുക്ക് വ്യത്യസ്തമായിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കിയാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആഹാരം. ദൈവമേ, ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്ന ആള് സ്റ്റേക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. എനിക്ക് വയ്യ. എന്തായാലും നമുക്കത് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എന്ത് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് ഞാൻ സ്വാഭാവികമായിട്ട് വരുന്നതിന് യൂട്യൂബിൽ സെർച്ച് ചെയ്തല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ സ്റ്റേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് എൻ്റെ മനസ്സിൽ, ആ ക്യാപ്ഷൻ എന്നെ വല്ലാതെ ഹടാതാകർഷിച്ചു. അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു ചേച്ചിയും എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ സ്റ്റേക്ക് ഉണ്ടാക്കുക. അത് വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഷെഫിൻ്റെ അടുത്ത് പോയി വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് നീ ഉണ്ടാക്കി നോക്ക്. അതാകുമ്പോൾ ഇതിനകത്ത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമില്ല. വീട്ടിലുള്ള കുരുമുളക് പിന്നെ ഉപ്പൊക്കെ വെച്ചിട്ട് സ്റ്റേക്കാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് സ്റ്റേക്കിൽ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു ട്രൈ ഇല്ലേ ചെയ്യാനുള്ള ധൈര്യം, ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയാത്ത ഒരാളാണ് ലൈവായിട്ട് കുക്ക് ചെയ്തൊരു പ്രോഗ്രാമിന് വന്ന് സ്റ്റേക്ക് ഉണ്ടാക്കാൻ കാണിക്കുന്നത്. നിങ്ങൾ ചങ്കൂറ്റാണ്. ഒന്നും അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ ഞാൻ വീഴുന്നാലും. അപ്പൊ എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ബാക്കിയുള്ളവർ പോലെ അല്ല ഷെഫ്, ഈ കാര്യത്തിൽ ഷെഫിന്റെ പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയും തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഫോർമാറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റേക്കിന്റെ സാധനത്തിലേക്ക് ജീവ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ്. ആരും നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം വെക്കണ്ട. ഇത് പെട്ടെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളകും ഉപ്പും എടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഡ്രാമ ജൂനിയർ ആണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് അതിന്റെ അനുഭവം? അവിടെ അടുത്ത കുറെ അതിഥികളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഡ്രാമ ജൂനിയേഴ്സിനെ ആരെങ്കിലും ഷെഫ് ഇവിടെ വന്ന് ഈ നമ്മുടെ ഒന്നര രുചിക്കകത്ത് പരിചയപ്പെട്ടായിരുന്നോ? ഓ പിന്നെ തേജസ്, ബാലാമണി, ശ്രീദേവ്, അവരോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഷെഫിന് എന്ത് തോന്നുന്നു? എനിക്ക് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ. അവർ അമേസിങ് ടാലൻസ് ആണ്. ഭയങ്കര ഇപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആ ഒരു പ്രൊഫഷണലിസം അതിനകത്ത് കാണാം.
നമ്മളോട് വെറുതെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ക്യാമറ ഡ്രാമയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്യും. നമുക്ക് ഒരു 3 ദിവസം വേണം, ഒരു പേജിന്റെ ഡയലോഗ് പഠിക്കണം. നമുക്ക് ചോദിച്ചപ്പോൾ അതുപോലെ ഒരു സഭാകമ്പമില്ല. കറക്റ്റ് ക്യാമറയുടെ മുമ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരം റെഡിയാണ്. അല്ലാതെ ഒരു സാധാരണ ഒരു കുട്ടികളുടെ പോലെ ഒരു ഷൈ ആവുകയോ അതൊന്നുമില്ല. പാനൊക്കെ നല്ല സ്മോക്കി ആയിട്ട് എപ്പോഴും ഈ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പാൻ നല്ല സ്മോക്കി ഹോട്ടായിരിക്കണം. നമ്മൾ ബീഫിനകത്തേക്ക് കുരുമുളകും ഉപ്പൊക്കെ വെച്ച് ഞാൻ എന്നെ കൊണ്ട് പറ്റാത്ത രീതിയിൽ മസാജ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അധിക സമയം വെക്കണ്ട, നമ്മൾ നേരെ തന്നെ ഇതിനകത്തിലോട്ട് വെക്കുമല്ലേ. അതെ അതെ. ഓക്കെ, ശരിയാണ്. ഒറിഗാനോ, റോസ്മേരി അതൊക്കെ സോസ് ഉണ്ടാക്കാൻ മാത്രം മതി. എനിക്ക് കറക്റ്റ് ഓർഡർ ഒക്കെ അറിയാം. ഒരടിയാൻ കടി. യെസ് യെസ്. ഇനി നല്ല പാനൊക്കെ നല്ലപോലെ സ്മോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളകും തേച്ച് വെച്ച ബീഫ് ഇങ്ങനെ പാനിലേക്ക്, ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുമെന്ന്. ഇട്ട് അനക്കാൻ പാടില്ല. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡിൽ തന്നെ ഇരിക്കണം. ഓക്കെ. ഇനി എന്താണ് ഇതിനകത്ത്? ഗാർലിക് ഒക്കെ ഇതിനകത്ത് ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടുന്നില്ല. ഈ സൈഡ് ഒരു 5 to 8 minutes പിന്നെ കുക്ക് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് നമുക്ക് ഒരു 5 minute കുക്ക് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ. അതെ. ഈ പറഞ്ഞ സ്റ്റേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും എവിടെ പോയി കഴിച്ചോണ്ട് സ്റ്റേക്ക്? ഞാൻ കൂടുതലും ദുബായ് പോയപ്പോൾ എനിക്കൊരു ഫ്രണ്ട് TJ ഫ്രൈഡേസിൽ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റേക്ക് വാങ്ങിച്ചു തന്നു. പറയണ നാട്ടിൽ കഴിക്കുന്നൊന്നും അല്ല സ്റ്റേക്ക്, നീ ഇവിടുന്ന് കഴിക്ക്, ഇതാണ് സ്റ്റേക്ക് എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിരുന്നു. കാരണം അവിടുത്തെ മീറ്റിന്റെ ക്വാളിറ്റി ഏകദേശം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 minute മതി. അതെ അതെ. സാധാരണ ഇത് ഈ മീറ്റുകൾ പല രീതിയിൽ നീ സോസ് ഇതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ പാനിൽ തന്നെയാണ് ഈ പാനിൽ ഉണ്ടാക്കുക. അതാകുമ്പോൾ സ്റ്റോക്ക് ഒക്കെ ഇതിന്റെ സ്റ്റോക്ക് എല്ലാം ഇതിനകത്ത് തന്നെ വരുമല്ലോ അല്ലേ? ഓക്കെ. ജീവ നല്ലൊരു ആങ്കർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതല്ലാതെ 1-2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. അഭിനയം ഭയങ്കര പാഷനായിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പുതിയ സിനിമ റിലീസ് ആവാൻ പോകുന്നുണ്ട് അല്ലേ? വിഷു പെരുന്നാൾ റിലീസ് ഉണ്ട് എന്നാണ്. ഡേറ്റ് മാറും. ശ്രീനിവാസനായിട്ടുള്ള സിനിമയുടെ പേരെന്തായിരുന്നു? ആപ് കൈസേ ഹോ. ഒന്ന് പറഞ്ഞു അതിനെ കുറിച്ച്. ഒരു പ്രൊമോഷനോടെ ഫ്രീ ആയിട്ട് ഈ കൂട്ടത്തിൽ ഇതോ ഹിറ്റാവാൻ പോകുന്നില്ല, പടമെങ്കിലും ഹിറ്റാവട്ടെ. ധ്യാൻ ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ ത്രൂ ഔട്ടായിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ത്രൂ ഔട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ഓഫ് ഇയർ ആയി. ഇനിയിപ്പോ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ സോസ് ഉണ്ടാക്കണം. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? യെസ്, നമുക്ക് ബീഫിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? അതിന്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി ബട്ടറുമായിട്ട് ഇങ്ങനെ കാരമലൈസ് ആവുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങൾ തന്നെയാണോ? നിങ്ങൾക്ക് എനിക്കിത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. ആ ബട്ടർ ഒന്നും കരിയാണ്ട് കറക്റ്റ് ആ കളർ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. അത് കഴിഞ്ഞാൽ ബീഫിന്റെ സ്റ്റോക്ക് അതിനകത്ത് ഇറങ്ങി ബട്ടർ ഇതിനകത്താണ് ഇനി നിങ്ങൾ ആ സോസ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ആ കറക്റ്റ് എക്സ്ട്രാ ഫ്ലേവർ എല്ലാം വരും. ഇതുണ്ട് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിട്ട് ആ ബട്ടറും അതിന്റെ സ്റ്റോക്ക് കൂടെ കറക്റ്റ് അതിന്റെ ജ്യൂസ് വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പാനിനകത്ത് തന്നെ നമുക്ക് സോസ് ഉണ്ടാക്കാം. യെസ്. ഞാനത് കുറച്ച് ഗാർലിക് അല്ലേ? പക്ഷെ കുറച്ചുകൂടെ കുനൂനാന്ന് അറിയണ്ടായിരുന്നു അല്ലേ? അത് മതി, കുഴപ്പമില്ല. എന്റെ നാട്ടിലെ എവിടെയാണ് ജീവയുടെ നാടൊക്കെ? നാട് മാവേലിക്കരയാണ്. കൊല്ലമായിട്ടൊരു ബന്ധമുണ്ട്. പപ്പയുടെ വീട് കൊല്ലത്താണ്. കൊല്ലം കൊട്ടിയം തഴുത്തലയാണ് പപ്പയുടെ സ്ഥലം. പക്ഷെ ജനിച്ചതും വളർന്നതും സ്കൂളിങ്ങും എല്ലാം മാവേലിക്കരയാണ്. ഓണാട്ടുകര, മധ്യ തിരുവിതാംകൂർ. നല്ല ഭാഷ, സിനിമയുടെ ഭാഷ, മാധ്യമത്തിന്റെ ഭാഷ. അതെ. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റണം. ഈ വഴറ്റലിലാണ്, ഈ സോസിലാണ് കംപ്ലീറ്റ് കളിയിരിക്കുന്നത്.
എന്തായാലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് അപ്പം പറയണം ഷെഫ്. ബാക്കി ഇടാനുള്ള സാധനങ്ങളൊക്കെ അറിയാലോ, എപ്പോഴാണ് ഇടുന്നതെന്നൊക്കെ അറിയാലോ. റോസ്മേരി ഒക്കെ ഇട്ടിട്ടില്ലേ. പിന്നെ ഈസ്റ്ററിന് നിങ്ങളുടെ അവിടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്? അല്ല അങ്ങനെ വല്ല ഈസ്റ്റർ ഓർമ്മകളുണ്ടോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട്? തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ അവിടെ പിന്നെ ദുഃഖവെള്ളി, ദുഃഖശനി കഴിഞ്ഞ് വരുന്ന ഈസ്റ്റർ. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച മുതൽ നമ്മുടെ പിന്നെ ചേർച്ചിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. രാവിലെ ഭക്ഷണം കഴിക്കില്ല. രാവിലെ ഒരു 8-8:30 പള്ളിയിൽ പോകും. എന്നിട്ട് പിന്നെ ദുഃഖവെള്ളിയുടെ ആരാധന ഭയങ്കര നീളമുള്ളൊരു ആരാധനയാണ്. നമ്മൾ ഉച്ചയ്ക്ക് സ്ലീപാവുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് 4 മണി 4:30. ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. ആ കഴിക്കുന്ന കഞ്ഞിക്കാണ് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് എന്ന് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ വിശ്വസിക്കും. കാര്യം രാവിലെ മുതൽ നമ്മളൊന്നും കഴിക്കുന്നില്ല. ആ വെയിലത്ത് കുരിശും പിടിച്ചുകൊണ്ട് നമ്മളൊരു പിന്നെ ഒരു പ്രദക്ഷിണമൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഈ കഞ്ഞി കുടിക്കാൻ തൊട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കയ്പ് നീര് തരും. അപ്പം ഈ കയ്പ് നീര് കുടിച്ചുകൊണ്ട് നമ്മൾ ഓടുന്നത്, തുപ്പാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് കുടിച്ചുകൊണ്ട് ഓടുന്നത് നമ്മൾ പിന്നെ നേരെ ഹോളിലോട്ടാണ്. അവിടെ നല്ല ചൂട് കഞ്ഞി, പയറ്, പപ്പടം, കടുമാങ്ങ ഇതൊക്കെ കഴിച്ച് സംതൃപ്തി അടഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. പിന്നെ ശനിയാഴ്ച നമ്മളോട് കുഞ്ഞുനാളിൽ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ എങ്ങനെയാണോ അതേപോലെയാണ് ശരിക്കും ദുഃഖവെള്ളി കഴിഞ്ഞിട്ടുള്ള ദുഃഖശനി. കാര്യം പിറ്റേ ദിവസം ഈസ്റ്ററുള്ളത് നമുക്കറിയാം, ഉയർത്തെഴുന്നേൽക്കുക. എന്നാൽ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നപ്പോൾ TV വെക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കുഞ്ഞുനാളിൽ. അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഫുഡാണല്ലോ മെയിൻ. നല്ല അപ്പം, ചിക്കൻ സ്റ്റൂ, ഉച്ചയ്ക്ക് ചോറ്, ബീഫ് മോരുകറിയും എൻ്റെ ഫേവറേറ്റ്. അത് ബീഫ് ഫ്രൈ ആയിരിക്കണം. നല്ല ഒന്നിക്ക് റോസ്റ്റ് അല്ലേ ഫ്രൈ. നല്ലൊരു മോര് കറി. എടുത്തിട്ടോ, മൈദ ഇട്ടാലോ? ഇട്ടാലോ നല്ല ഇട്ടോളൂ. എങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾ തന്നെ ഇട്ടോ. അല്ല ഷെഫ്, അങ്ങനെ പറയല, എന്നെ പാതി വഴി ഉപേക്ഷിക്കരുതേ. ഇത്രയൊക്കെ വലിയ ഇവിടെ നിന്ന്. ഓക്കെ, ഓർഡർ തെറ്റുവാണെങ്കിൽ എന്നോട് ഷെഫ് പറഞ്ഞു. കുഴപ്പമില്ല. ഈ റോസ്മേരി എപ്പോഴാണ് ഇടുന്നത്? എന്നാൽ ഇപ്പോഴെ തന്നെ ഇടാം. ഷെഫ് പറഞ്ഞ ശരിക്ക്. ഇനി നമ്മളിതും പതുക്കെ വഴറ്റണം. യെസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിടേണ്ടത്? വെള്ളം ഒഴിക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചോ. കട്ട് ചെയ്യിക്കുന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലൊഴിക്കാം അല്ലേ? അതെ. മതി. നമുക്ക് പാലൊഴിക്കാം. ഇനി ഞാൻ ചെറുനാരങ്ങ ഒഴിക്കുന്നതിനോട് എന്താണ് ഷെഫിന്റെ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായം ഇല്ല. ഒഴിച്ചു നോക്കിയിട്ട് ആ റെസിപ്പിക്കകത്തുള്ളതാണോ? പിന്നെ ചെറുനാരങ്ങ. ഓക്കെ, എനിക്ക് ഒഴിച്ചോ. ആലോചിച്ചേക്ക്, ഞാൻ എന്തെങ്കിലും മറന്നോ? ഇല്ല, ഇനി മറന്നാലും നമ്മൾ ക്ഷമിച്ചത്. അത് എനിക്കത് മതി. അതെ. നല്ല തിക്കായിട്ടുള്ള സോസ് ഞാൻ ഇടുന്നതൊക്കെ കറക്റ്റാണോ ഷെഫ്? ആ ഒഴി കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഷെഫ് സ്വാദിഷ്ടമായ വീട്ടിലെ ഐറ്റങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് സ്റ്റേക്ക് വിത്ത് വൈറ്റ് സോസ്. ഇതൊരു ക്രീം കളറിലുണ്ട്, എന്നാലും വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്ന ഒരു വലിയ കാര്യത്തിനാണ് മുതിർന്നതെന്നുള്ളത് ഞാൻ ഷെഫിനോട് പറഞ്ഞില്ല. അതെ, ഒരു കാര്യത്തിനോട് ഞാൻ മുതിർന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ ഡ്രാമ ജൂനിയേഴ്സിൽ നിന്ന് ഒരുത്തനെയും കൂടെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, അതാരാണ്? അതെ, ഞങ്ങളുടെ സ്വന്തം ലക്കി. ഓക്കെ, ലക്കി വന്നു കഴിഞ്ഞാൽ ലക്കിയുടെ അടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നോക്കട്ടെ, എനിക്ക് ലക്കുണ്ടോ? ലക്കിയുടെ അടുത്തുനിന്ന് മനസ്സിലാക്കും, ഷെഫ് മനസ്സിലാക്കും ലക്കി എങ്ങനെയുള്ള ആളാണ്. ഓക്കെ, ഞാൻ വിളിക്കട്ടെ എന്നാ. ലക്കി, കുട്ട ലക്കി. ഹലോ ലക്കി. വാ ലക്കി. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഒരുപാട് കേട്ട്. ലക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്നാ പറയുന്നത് എല്ലാവരും. ലക്കി ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആണല്ലേ? ഏറ്റവും ചെറുതാണ്, പക്ഷെ പെർഫോമൻസ് ലക്കി വേറെ ലെവലാണ്. അല്ല ലക്കി, പറഞ്ഞുകൂടെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൂടെ? ഷെഫിനെ അങ്ങോട്ട് കേൾക്കട്ടെ, ഞെട്ടട്ടെ ഷെഫ്. പറയൂ. അസ്കോഴ്സ്. എന്ത് പറഞ്ഞാലും അസ്കോഴ്സ് എന്ന് പറയുന്നതാണ് ലക്കിയുടെ വേറൊരു സ്റ്റൈൽ. ഓക്കെ, ഓഫ് കോഴ്സ് ആണോ? ഓഫ് കോഴ്സ്, അസ്കോഴ്സ്. ഓക്കെ, ഇന്ന് ലക്കിക്ക് വേണ്ടിയിട്ട് ജീവചേട്ടൻ ഒരു അടിപൊളി സാധനം കുക്ക് ചെയ്തിട്ടുണ്ട്. ലക്കി ബീഫ് സ്റ്റേക്ക്. സ്റ്റേക്ക് പൊളി എന്ന് പറഞ്ഞ പൊളി കുട്ടിക്ക് കൊടുക്കാൻ പോവാണ് ഞാൻ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ടേസ്റ്റ് ചെയ്തോ? പിടിച്ചോ. മെല്ലെ കഴിച്ചിട്ട് എങ്ങനെ? അയ്യോ, അടിപൊളി. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു പോയി ഇതെന്തൊരു സാധനം കഴിക്കുന്നത്. പക്ഷെ അടിപൊളി അല്ലേ? സൂപ്പർ അല്ലേ?
ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു ഗൈസ്. നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു സമ്മാനം തരുന്നുണ്ട്. നമ്മൾ വിളിച്ചതിനും കുറച്ച് സമയം വളരെ ക്ഷമയോടുകൂടി എൻ്റെ ആദ്യത്തെ കുക്കിന് സാക്ഷ്യം വഹിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി 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 താങ്ക് യു ഷെഫ്. അപ്പോൾ ആദ്യം തന്നെ ഇനി അടുത്ത സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട് വീട്ടിലേക്ക് നോൾട്ടയുടെ ഒരു പ്രീമിയം ബ്രാൻഡ് കുക്ക് വെയർ ആണ് സ്റ്റേക്ക്. ഓക്കെ, നല്ല ടെൻഡർ പിന്നെ ബീഫ് ഇനിയുണ്ട്, കഴിഞ്ഞില്ല. താങ്ക് യു പറയണ്ട, വെയിറ്റ് ചെയ്യും. ഇനിയുണ്ട്. സോസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഹാൻഡ് ബ്ലെൻഡർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ഷെഫുമാരുള്ള ഇതാണ് അമിയോന്റെ ഹാൻഡ് മിക്സർ ആണ്. അപ്പോൾ ഇത് മെഷീനകത്ത് പിടിക്കുക, കറക്റ്റ് ചെയ്യുക, നിങ്ങളാക്കിയ ഒരു പ്രൊഫഷണൽ ഷെഫിന്റെ കണക്ക് ഇതുകൂടി ഇരിക്കും. താങ്ക് യു ഷെഫ്. തീർന്നിട്ടില്ല. ഓക്കെ, ഇനി പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒന്നെന്ന രുചിയിൽ വന്നതിലും ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു ഡിഷ് ഉണ്ടാക്കി കാണിച്ചതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ഈസ്റ്റർ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ജീവയുടെ പേരിലും ലക്കിയുടെ പേരിലും ഒന്നൊന്ന രുചിയുടെ പേരിലും ഡ്രാമ ജൂനിയേഴ്സിൻ്റെ പേരിലും ഒരു ഗംഭീരമായ ഈസ്റ്റർ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഈസ്റ്റർ. നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കാത്ത ഒരു ചിക്കൻ കറിയാണ്. ഒരു കൂർഗി സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ വറുത്ത് ഇടുന്ന ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് സാധാരണ നമ്മൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ മസാല നമ്മൾ വഴറ്റി എടുത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കും, ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിനുശേഷം ചിക്കൻ വരട്ടി ഈ മസാല ഇട്ടിട്ട് മല്ലിപ്പൊടിയും അതുപോലെ ജീരകപ്പൊടിയും തുല്യ അളവിലിട്ട് വറുത്ത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതിനകത്ത് വിനാഗിരിയാണ് ഇതിനകത്തൊരു പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ വേണമെന്നില്ല, ഇത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൽ കുറച്ച് സ്പൈസസ്, കുരുമുളക്, ഒരു തക്കോലം, പെരുംജീരകം, 2 ഗ്രാമ്പു, 3 ഏലക്ക, കുറച്ച് പട്ട, ഈ ഒരു സാധനം ഇതിനകത്തിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സവാള ഉള്ളി. ഇപ്പോൾ ഈസ്റ്ററായിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. നമ്മൾ സാധാരണ ഒക്കെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് തേങ്ങയൊന്നുമില്ലാത്ത എന്നാൽ ഒരു വേറൊരു ഫ്ലേവർ. നേരത്തെ ഞാൻ പറഞ്ഞു ജീരകപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും തുല്യ അളവിൽ ഒരുമിച്ചിട്ട് വറുത്ത് നല്ല റോസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ചേർക്കും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിനെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളി വാടുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മറിനേറ്റ് ചെയ്യാം. ചിക്കൻ അത് വേറെ ഒന്നുമില്ല, ഉപ്പും എണ്ണയും കൂടെ ചേർത്തിട്ട് മറിനേറ്റ് ചെയ്തിട്ട് ഈ പാനിനകത്തിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ലേശം എണ്ണ ഒഴിക്കും ഇതിനകത്ത്. അതിനോടൊപ്പം കുറച്ച് ഉപ്പ്, ഉള്ളി ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയുടെ ചേർക്കാണ്. ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ആ ഉള്ളി നമുക്ക് മാറ്റി അരയ്ക്കാനായിട്ട് പേസ്റ്റ് ആക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വഴറ്റിയെടുക്കുന്നത്. ഇതിനെ നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഈ പേസ്റ്റാക്കി മാറ്റുന്ന
ആണ് ഈ ഒരു സമയത്ത് വരിക. ഇനി നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ഇട്ട് ചിക്കൻ കറി റെഡിയാക്കി വിനാഗിരി ഒഴിച്ച് തീർത്തെടുക്കാം. അപ്പോൾ ചിക്കൻ അത്യാവശ്യം ആ എണ്ണയ്ക്കകത്തും ഈ മസാലയ്ക്കകത്തും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആ പേസ്റ്റ്, ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ആ മസാലകളെല്ലാം കൂടെ അരച്ച പേസ്റ്റ് ചേർത്ത് ഇതിനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ കറിയാക്കി എടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഓൾറെഡി ചിക്കനകത്ത് നമ്മൾ മറിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം, അടച്ചു വെച്ച് ഈ കറി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതേപോലെ നമ്മുടെ ചിക്കൻ കറി കറക്റ്റായിട്ട് അതിനകത്ത് നന്നായിട്ട് വെന്ത് നല്ല ഫ്ലേവർ, ആ ജീരകത്തിൻ്റെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു നല്ല ബ്ലാക്കിഷ് കളറിൽ കറി കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ സാധാരണ കാണുന്ന ഒരു കളറിലുള്ള കറിയല്ല എന്നുള്ളത്. ആ മസാലയൊക്കെ കറക്റ്റ് പേസ്റ്റായിട്ട് ആ ഒരു ഗ്രേവിയുടെ ആ കൺസിസ്റ്റൻസി ഉണ്ടോ, ആ ഒരു നമ്മൾ അരച്ചെടുത്ത ആ കൺസിസ്റ്റൻസിയിലുള്ളതാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ എണ്ണയ്ക്കകത്ത് വയറ്റിയെടുത്താണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രേവി ഒഴിച്ച് ഈ ചാറിനകത്ത് കുറുക്കിയെടുത്താണ്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലേവറായിട്ട് മാറ്റാനുള്ള ഒരു ഇത് നമ്മൾ